വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള സെറ്റ് സുവോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എഗ് മെംബ്രെയിൻ ഈസ് എസെല്ലുലാർ? ഇപ്പോൾ എസെല്ലുലാർ ആയിട്ടുള്ള എഗ് മെംബ്രെയിൻ ഏതാണ്? സോണ പെലൂസിഡ. ഈ കൊറോണ റേഡിയേറ്റ, തീക്ക ഇന്റേണ, തീക്ക എക്സ്റ്റേണ എന്ന് പറയുമ്പോൾ അതിലൊക്കെ സെൽസുകൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോണ പെലൂസിഡ എന്ന് പറയുന്നത് എസെല്ലുലാർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡ്യൂട്രോസ്റ്റോം? ഈ തന്നിരിക്കുന്നതിൽ ഡ്യൂട്രോസ്റ്റോമുകൾ ഏതാണ്? ആസ്റ്ററിയസ് ആണ് ഏത് ഡ്യൂട്രോസ്റ്റോം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോസ്റ്റോമും ഡ്യൂട്രോസ്റ്റോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ പ്രോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നാണ്. സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? മൗത്ത്. അതായത് പ്രോട്ടോസ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഉണ്ടായത് മൗത്ത് എന്നുള്ള രീതിയിലാണ്. അതായത് ഏറ്റവും ഫസ്റ്റ് ഫോം ചെയ്യുന്നത് മൗത്താണ്. ആരുടെ കേസിൽ? പ്രോട്ടോസ്റ്റോമിന്റെ കേസിൽ. അങ്ങനെയാണ് ഈ ഡ്യൂട്രോസ്റ്റോമിൽ എന്തെന്നാണ്? അവർക്ക് ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവുന്നത് ഏനസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് മൗത്ത് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. പ്രോട്ടോസ്റ്റോം എന്ന് പറയുമ്പോൾ ആദ്യം മൗത്ത് ഉണ്ടാകും. മറ്റേ ഡ്യൂട്രോസ്റ്റോം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്നത് ഏനസ്, രണ്ടാമതാണ് എന്തുണ്ടാവുന്നത്? മൗത്ത് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന പ്രോട്ടോസ്റ്റോംസുകളിന് എക്സാമ്പിൾ ആണ് ആർത്രോപോഡ്സ്, മൊലൂസ്ക്, അനിലിഡ്സ് ഒക്കെ എന്താണ്? പ്രോട്ടോസ്റ്റോംസിന് ഉദാഹരണമാണ്. എക്കിനോഡംസ്, കോർഡേറ്റ്സ് ഒക്കെ എന്താണ്? ഡ്യൂട്രോസ്റ്റോംസിന് ഉദാഹരണമാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ആസ്റ്ററിയാസ് എന്ന് പറയുന്നത് എന്താണ്? ആസ്റ്ററിയാസ് എന്ന് പറയുന്നത് ഡ്യൂട്രോസ്റ്റോം ആണ്. ഇപ്പൊ നോക്കിക്കേ, സൈക്കൺ എന്ന് പറയുമ്പോൾ ഏത് ഫൈലമാണ്? ഫൈലം പോറിഫർ. അപ്പോൾ പോറിഫർ എന്തായാലും വരാൻ ചാൻസ് ഇല്ല. കാരണം ഡ്യൂട്രോസ്റ്റോം, പ്രോട്ടോസ്റ്റോം എന്നൊക്കെ പറയുമ്പോൾ ട്രിപ്രോബ്ലാസ്റ്റിക് ആൻഡ് സിലോമേറ്റ് അനിമൽസിലൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ആസ്റ്ററിയാസ് എന്ന് പറയുമ്പോൾ എക്കിനോഡെർമിറ്റിൽ വന്നതാണ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഡ്യൂട്രോസ്റ്റോംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? ഈ പറയുന്ന എക്കിനോഡെർമിസും കോർഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ലിമുലസ് എന്നൊക്കെ പറയുമ്പോൾ ഏതിലാണ്? ലിമുലസ് ഒക്കെ ആർത്രോപോഡ്സിലൊക്കെ വരുന്നതാണ്. അതും എന്താണ്? അതൊക്കെ പ്രോട്ടോസ്റ്റോംസിൽ വരുന്നതാണ്. അപ്പോൾ അതുമല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രിൻസിപ്പിൾ വിച്ച് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ. അപ്പൊ ഡാർവിൻ തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് അറിയാവുന്നത് ഏതാണ്? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വേരിയേഷൻ കാണിക്കുന്നത്. ഇതൊക്കെ ഡാർവിൻ തിയറിയിൽ വരുന്നതാണ്. അതിൽ വരാത്തതാണ് സാൾട്ടേഷൻ. ഈ സാൾട്ടേഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ കൂടുതൽ മ്യൂട്ടേഷൻ തിയറി പഠിച്ചപ്പോൾ കേട്ടായിരുന്നു. കാരണം ഡാർവിൻ തിയറി പറയുന്നത് ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് അത് വളരെ ഗ്രാജുവലി നടക്കുന്ന ഒരു സ്ലോ പ്രോസസ് ആണെന്നാണ് പറഞ്ഞത്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന രീതിയിലാണ്, അല്ലെ? പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ് എവല്യൂഷൻ എന്നാണ് ഈ മ്യൂട്ടേഷൻ തിയറിയിൽ പറയുന്നത്. അതായത് സാൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു എവല്യൂഷൻ ആണ് സാൾട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഹ്യൂഗോ ഡി വ്രീസിന്റെ മ്യൂട്ടേഷൻ തിയറിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഡാർവിൻ തിയറിലുള്ള വന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് റാൻഡം മേറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. അത് കറക്റ്റാണോ? അത് കറക്റ്റാണ്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ റാൻഡം മേറ്റിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റാൻഡം മേറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് അലീൽ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി. അപ്പോൾ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതിലെപ്പോഴും ചെയ്യുന്നത് അലീൽ ഫ്രീക്വൻസി എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന റാൻഡം മേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് എയും ആറും ട്രൂ ആണ്. ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ആൽഫ ഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു. ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേഴ്സിറ്റി വിത്തിൻ എ കമ്മ്യൂണിറ്റി ആണ് ആൽഫ ഡൈവേഴ്സിറ്റി. ഇപ്പോൾ 2 കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിനെ ബീറ്റ കമ്മ്യൂണിറ്റി എന്നും, കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഓവറോൾ കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ ഗാമ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയാണ്, ആ ഒരു ഡൈവേഴ്സിറ്റിനെയാണ് ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. 2 കമ്മ്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ അതിനെ ബീറ്റ കമ്മ്യൂണിറ്റി എന്നും, മൊത്തമായിട്ടൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കാണിക്കുന്നത് കുറേ കമ്മ്യൂണിറ്റികളുടെ ഒരു കൂട്ടുവാണെങ്കിൽ അതിനെ നമുക്ക് ഗാമ കമ്മ്യൂണിറ്റി എന്ന് പറയാം. ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അടുത്തത് ACTH സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പോൾ നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ 2 പാർട്സ് ആയിട്ട് പറയുന്നുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫിസിസും പോസ്റ്റർ പിറ്റ്യൂട്ടറിനെ നമ്മൾ ന്യൂറോ ഹൈപ്പോഫിസിസ് എന്ന് പറയും. അതിൽ അഡിനോ ഹൈപ്പോഫിസിസ് അഥവാ ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസുകളാണ് ACTH, TSH, അതൊക്കെ എന്താണ് LH, FSH, ഇതൊക്കെ എന്താണ് ആന്റിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസുകളാണ്. ഓക്കെ, അടുത്തത് ദ ബിഹേവിയർ ഓഫ് യങ് ഡക്ക് ഫോളോയിങ് ദെയർ മദർ ഈസ്. അതായത് ആ ഒരു ജനിക്കുമ്പോൾ തന്നെ ഡക്സ് ആരെയാണോ കാണുന്നത് അവരെയാണ് ഫോളോ ചെയ്യുന്നത്. അത് ഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇംപ്രിന്റിംഗ്.
ഈ ഒരു കോൺറാഡ് ലോറൻസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് ഈ ഒരു പ്രോസസ്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്, ഇംപ്രിന്റിങ്. ഇനി ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് ആരുടെയാണ്? അത് മേയറിൻ്റെയാണ് ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിനോമിനൻ ബൈ വിച്ച് എ ഹാംലെസ് സ്പീഷീസ് ഹാസ് ഇവോൾവ്ഡ് ടു ഇമിറ്റേറ്റ് ദ വാർണിംഗ് സിഗ്നൽസ് ഓഫ് എ ഹാംഫുൾ സ്പീഷീസ്. അതായത് ശരിക്കും ആ ഒരു ഓർഗാനിസം വലിയ ഉപദ്രവകാരിയല്ല, ഹാംലെസ് സ്പീഷീസ് ആണ്, പക്ഷെ അവർ ഇമിറ്റേറ്റ് ചെയ്യും, ഒരു ഹാംഫുൾ സ്പീഷീസിൻ്റെ വാർണിംഗ് സിഗ്നൽസിൽ ഇവർ ഇമിറ്റേറ്റ് ചെയ്യും. ആ ഒരു ഫിനോമിനയാണ് ബാക്ടീസിയൻ മിമിക്രി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ വലിയ രാക്ഷസനാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കില്ല, മിമിക് ചെയ്യുമല്ലോ, പക്ഷെ നമ്മളൊരു പാവം ഇരിക്കും, ബട്ട് നമ്മളങ്ങനെ മിമിക് ചെയ്യുമല്ലേ, ആ രീതിയിലാണ്. അതാണ് ബാക്ടീസിയൻ മിമിക്രി. അതായത് ഒരു ഹാംലെസ് സ്പീഷീസ് ആണ്, അവരെന്താ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രിഡേറ്റേഴ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അവരൊരു ഹാംഫുൾ സ്പീഷീസിൻ്റെ വാർണിംഗ് സിഗ്നൽസുകൾ ഇമിറ്റേറ്റ് ചെയ്യും. അതാണ് ബാക്ടീസിയൻ മിമിക്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുള്ളേറിയൻ മിമിക്രി എന്താണ്? മുള്ളേറിയൻ മിമിക്രി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ ഒരു സ്പീഷീസ് ഹാംഫുൾ ആണ്, അവർ ഹാംഫുൾ ആയിട്ടുള്ള വേറെ സ്പീഷീസിനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഹാംഫുൾ ആണ് മുള്ളേറിയൻ എന്ന് പറയുന്നത്. ഹാംലെസ് ഹാംഫുളിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ബാക്ടീസിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഡേറ്റർ ഇമിറ്റേറ്റ് ഹാംലെസ് ടു ക്യാച്ച് പ്രേ. അപ്പോൾ അഗ്രസീവ് മിമിക്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പാവം പോലെ ഇരുന്ന് പ്രേയുടെ കൂടെ കൂട്ടുകൂടിയിട്ട് പിന്നെ ഒറ്റ കഴിക്കലാണ്. അതായത് ആ ഒരു പ്രേനെ കഴിക്കാനായിട്ട് പ്രിഡേറ്റർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അഗ്രസീവ് മിമിക്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ടീസിയ എന്ന് പറഞ്ഞാൽ ഹാംലെസ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്, പക്ഷെ അവരെന്ത് ചെയ്യും, ഞാൻ വലിയ സാധനമാണെന്ന് കാണിച്ച് നടക്കും, പക്ഷെ ആക്ച്വലി അതൊരു പാവമാണ്. ഓക്കെ, മുള്ളറിയൻ എന്ന് പറയുന്നത് എന്താണ്? അവർ ഓൾറെഡി ഹാംഫുൾ ആണ്, അവർ അതിനേക്കാളും വലിയ ഹാംഫുളിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അവർ ഹാംഫുൾ തന്നെയാണ്, ബട്ട് ഹാംഫുളിനെ പോലെ തന്നെ കുറച്ചുകൂടി ഹാംഫുൾ ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഡേറ്റർ എന്താണ്? ഹാംലെസ്സിൻ്റെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? പ്രേനെ വേഗം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ലിങ്കേജ്. ഇപ്പോൾ ലിങ്കേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ആരുടെയാണ്? TH മോർഗൻ്റെ ഒരു വർക്കാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. അതായത് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഓൾവേസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ ഓൺ ദ സെയിം ക്രോമസോം. ഈ ഒരു ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത് അവർ തൊട്ടടുത്തായിരിക്കുള്ളൂ, ഒരു ജീനിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഇതാണ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ജീൻസ് ആർ ഓൾവേസ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ ഓൺ ദ സെയിം ക്രോമസോമിൽ അടുത്തടുത്തിരിക്കുന്നതാണ് ലിങ്ക്ഡ് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്കേജ് എന്ന് പറയുന്നത് ആരുടെയാണ് വർക്കാണ്? TH മോർഗൻ്റെ ആണ്. അദ്ദേഹത്തിൻ്റെ ഓർഗാനിസം ഏതാണ്? എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം ഡ്രോസോഫില മെലനോഗസ്റ്ററിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വൺ ജീൻ മാസ്ക് ഓർ മോഡിഫൈ ദ എക്സ്പ്രഷൻ ഓഫ് നോൺ അലിലിക് ജീൻ ഇറ്റ് ഈസ് കോൾഡ്. അതിനെയാണ് എപ്പിസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. എപ്പിസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ജീൻ മറ്റേ ജീനിനെ മാസ്ക് ചെയ്യുന്നതിനെയാണ് അതായത് ഒരു ജീൻ മറ്റേ ജീനെ എക്സ്പ്രസ് ചെയ്യുന്നത് മാസ്ക് ചെയ്യും, അതിനെയാണ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. അപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് എന്ത്? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് ഇങ്ങനെ അരിമ്പാറയില്ല വാട്സ് ഒക്കെ അരിമ്പാറയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു DNA വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയും. സെർവിക്കൽ ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ഇതാണ് വൈറസ് ആണ് അത്. ഓക്കെ, അത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡുള്ള DNA വൈറസ് ആണ് എന്ത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അങ്ങനെയാണെങ്കിൽ ഹെർപ്പിസ് സിംപ്ലസ് വൈറസ് എന്താണ്? ഹെർപ്പിസ് സിംപ്ലസ് വൈറസ് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ്. അപ്പോൾ ഹെർപ്പീസ് ആയാലും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആയാലും DNA വൈറസ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സിംഗിൾ സ്റ്റാൻഡേർഡും ഹെർപ്പിസ് സിംപ്ലസ് വൈറസ് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് എന്താണ്? ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B വൈറസോ? ഹെപ്പറ്റൈറ്റിസ് B വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസും ഹെർപ്പിസ് സിംപ്ലസ് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ DNA വൈറസുകളാണ്. അതിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഹെർപ്പിസ് സിംപ്ലസ് വൈറസും ഹെപ്പറ്റൈറ്റിസ് B വൈറസ് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? വാട്ട് ഈസ് ഡയസ്റ്റമ? ദ സ്പേസ് ബിറ്റ്വീൻ ഇൻസിസേഴ്സ് ആൻഡ് പ്രീമോളാസ്. ഇപ്പോൾ ഇൻസിസേഴ്സിനും പ്രീമോളാസിനും ഇടയിൽ ഇപ്പോൾ പല്ലിൻ്റെ ഒക്കെ അവിടെ കുറച്ച് ഗ്യാപ്പ് പോലില്ല, ആ ഒരു സ്പേസിനെയാണ് ഡയസ്റ്റമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മിയോസിസ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് സെൽസ് ഫ്രം ഡിപ്ലോയിഡ് സെൽസ്. അപ്പോൾ മിയോസിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ്. അവിടെ ഡിപ്ലോയിഡ് സെൽസിൽ നിന്ന് ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാകുന്നു.
റീസൺ എന്താണ്? മിയോസിസ് ഇൻവോൾവ് 2 റൗണ്ട് ഓഫ് സെൽ ഡിവിഷൻ. മിയോസിസിൽ 2 റൗണ്ട് ഓഫ് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെക്കൻഡ് ഡിവിഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇത് കറക്റ്റ് ആണോ? അപ്പൊ വാട്ട് ഈസ് മിയോസിസ്? മിയോസിസും മൈറ്റോസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ് എന്ത് മൈറ്റോസിസ് എന്ന് പറയും. പക്ഷെ മിയോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസുകൾ ഹാപ്ലോയിഡ് സെൽസുകളായിട്ട് മാറുന്നതാണ് എന്ത് മിയോസിസിൽ നടക്കുന്നത്. ഓക്കെ, ബട്ട് മൈറ്റോസിസിൽ ഇപ്പൊ 23 ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് 46 അതായത് ഡിപ്ലോയിഡ് സ്റ്റേറ്റിലേക്ക് ആയിട്ടുണ്ടാവും ഏത് മൈറ്റോസിസിന്റെ സമയത്ത്. ബട്ട് മിയോസിസ് എന്ന് പറയുമ്പോൾ അത് കുറേ ചെയ്യുള്ളൂ. ആ ഒരു ഡിപ്ലോയിഡ് ആണെങ്കിൽ അത് ഹാപ്ലോയിഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ 2 ഡിവിഷൻ രീതിയിലാണ്. ഒന്ന് ഹോമോലോഗസ് ക്രോമസോമിന്റെ സെപ്പറേഷനും പിന്നെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ സെപ്പറേഷൻ ആണ് സെക്കൻഡ് ഡിവിഷനിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് ക്രബ് സൈക്കിൾ? ഈ ക്രബ് സൈക്കിളിന്റെ പ്രൊഡക്റ്റ് എന്നാണ്? അസറ്റൈൽ കോയെ ആണോ? അല്ല. അസറ്റൈൽ കോയെ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണോ? അല്ല. അസറ്റൽ കോയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്ട്രേറ്റ് ആണ്. അതായത് അസറ്റൽ കോയുടെ കൂടെ ഓസാലോ അസറ്റേറ്റും കൂടി ചേർന്നിട്ടാണ് സിട്രേറ്റ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രബ് സൈക്കിളിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഈ പറയുന്ന അസറ്റൽ കോയെ നമ്മൾ ഇട്ട് കൊടുത്തൊരു സബ്സ്ട്രേറ്റ് ആണ്, അത് പ്രൊഡക്റ്റ് അല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഫൗണ്ട് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലുള്ള ഒരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ് പംബാസ് എന്ന് പറയുന്നത്. പംബാസ്. ഓക്കെ, ഇനി ബയോപൈറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ് ഓർ നോളജ് ഫ്രം ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ഓർ കൺട്രീസ്. അതിനെയാണ് ബയോപൈറസി എന്ന് പറയുന്നത്. ഓക്കെ, ദ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ് ഓർ നോളജ് ഫ്രം ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ഓർ കൺട്രി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ തിയറി ഓഫ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. ഈ പഞ്ച്വേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻസിൽ സഡൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. എവല്യൂഷണറി ചേഞ്ച് ഒക്കെ റാപ്പിഡ്ലി ഇൻ റെസ്പോൺസ് ടു എ സഡൻ എൻവയോൺമെന്റൽ ചേഞ്ച്. ഒരു പെട്ടെന്നൊരു സഡൻ എൻവയോൺമെന്റൽ ചേഞ്ച് വരുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്ത് റാപ്പിഡ്ലി ഉണ്ടാവുന്ന ഒരു എവല്യൂഷണറി ചേഞ്ചിനെയാണ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമിനിഡ് സ്പീഷീസ്. അതായത് ഈ തന്നിരിക്കുന്നതിൽ ഹോമിനിഡ് സ്പീഷീസ് അല്ലാത്തത് ഏതാണ്? പാൻട്രോഗ്ലോഡൈറ്റിസ് ആണ്. പാൻട്രോഗ്ലോഡൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിമ്പാൻസി, അതായത് ചിമ്പാൻസിയുടെ സയന്റിഫിക് നെയിമാണ് ട്രോഗ്ലോഡൈറ്റിസ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ചിമ്പാൻസി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഹ്യൂമൻസ് ആയിട്ട് തൊട്ടടുത്തിരിക്കുന്ന രീതിയിലൊരു റിലേറ്റഡ് ആണല്ലോ ഇവർ തമ്മിൽ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടി അവരുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി പ്രിമിറ്റീവ് ആണ് ബാക്കിയുള്ള. അപ്പോൾ ഹോമിനിഡ് സ്പീഷീസ് ആയിട്ട് റിലേറ്റ് ചെയ്താക്കുന്നത് ആസ്ട്രോലോപിത്തിക്കസ്, ഹോമോ ഇറക്ടസ്, പാരൻട്രോപ്പസ് ബോയ്സ്, ഇതൊക്കെ കുറച്ചും കൂടി മുന്നേ ഉണ്ടായിട്ടുള്ളവരാണ്. ബാക്കി ഈ ട്രോഗ്ലോഡൈറ്റിസ് എന്ന് പറയുന്നത് ചിമ്പാൻസി ഒക്കെയാണ്. അതൊക്കെ ഈ റീസെന്റ് ആയിട്ടുള്ള, അപ്പോൾ അത് ഹോമിനിഡ് സ്പീഷീസിൽ വന്നില്ല. ഓക്കെ, അടുത്തത് ടേം എക്കോസിസ്റ്റം കോയിൻ ചെയ്തത് ഏതാണ്? എ.ജി. ടാൻസ്ലി ആണ്. എ.ജി. ടാൻസ്ലി ആണ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന പേര് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ യൂജിൻ ഓഡം ആരാണ്? യൂജിൻ ഓഡം എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ എക്കോളജിനെയാണ്. യൂജിൻ ഓഡം എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ എക്കോളജി ആണ്. പക്ഷെ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് എ.ജി. ടാൻസ്ലി ആണ്. ഓക്കെ, ടേം ടാൻസ്ലി. ഓക്കെ, അതും എക്കോസിസ്റ്റം എന്ന് പറയുന്ന ടേം ആണ്. അടുത്തത് വൈറ്റമിൻ റിക്വയർഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? അതാണ് വൈറ്റമിൻ കെ. അതായത് ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് കട്ട പിടിപ്പിക്കാൻ വൈറ്റമിൻ കെ. ഓക്കെ, ഇനി ഹൗ മെനി പെയർസ് ഓഫ് സോമൈറ്റ്സ് ആർ സീൻ ഇൻ 24-hour ചിക്ക് എംബ്രിയോ? 24-hour ചിക്ക് എംബ്രിയോയിൽ 8 സോമൈറ്റ്സിലുണ്ട്. അതായത് എത്ര പെയേഴ്സ് ആണ്? 4 പെയേഴ്സ്, അതായത് 4 പെയേഴ്സ് ഓഫ് സോമൈറ്റ്സിലാണ് 24-hour ചിക്ക് എംബ്രിയോയിലുള്ളത്. ഇനി ഇസഡ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബേർഡ്സിന്റെ കേസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം നമ്മളുടെ കേസിൽ എങ്ങനെയാണ്? ഫീമെയിൽസ് ആണ് ഹോമോലോഗസ് കണ്ടീഷനും മെയിൽസ് ആണ് ഹെട്രോസൈഗസ് കണ്ടീഷൻ കാണിക്കുന്നത്. അതായത് XY ടൈപ്പാണ് നമ്മളുടെ ഹ്യൂമൻസിന്റെ കേസിൽ. അതിൽ ഫീമെയിൽസ് എന്ന് പറയുന്നത് XSഉം XY എന്ന് പറയുന്നത് മെയിൽസിലാണ്. പക്ഷെ ഇവരുടെ കേസിൽ എന്ന് പറയുന്നത് ഇവരുടെ ഫീമെയിൽസ് ആണ് ഈ ഹെട്രോസൈഗസ് കാണിക്കുന്നത്. അതായത് ZW എന്ന് പറയുന്നത് ഇവരുടെ ഫീമെയിൽ ആണ്, Z എന്ന് പറയുന്നത് ഇവരുടെ മെയിൽ ആണ് ബേർഡ്സിന്റെ കേസിൽ. ഓക്കെ, അടുത്തത് എക്സ്റ്റിങ്ക്ട് മാമൽ ലൈക്ക് റെപ്റ്റൈൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ സബ് ക്ലാസ്. അതായത് എക്സ്റ്റിങ്ക്ട് മാമൽ ലൈക്ക് റെപ്റ്റൈൽസ് ഉള്ളത് ഏതാണ്? സിനാപ്സിഡയിലാണ്. ഈ സിനാപ്സിഡ, ഡയാപ്സിഡ, പാരാപ്സിഡ, അനാപ്സിഡ, ഇതിന്റെയൊക്കെ ഡിഫറൻസ് എന്താണ്?
ഈ അനാപ്സിഡ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, അവർക്കൊരു ടെമ്പോറൽ ഓപ്പണിംഗ് ഉണ്ടാവില്ല, അതായത് അവർക്കൊരു ഹോൾ ഉണ്ടാവില്ല, നോ ഹോൾ. ഓക്കെ, സിനാപ്സിഡ എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ഹോൾ, ഒരു ഒറ്റ ഹോളാണ് സിനാപ്സിഡയിൽ ഉള്ളത്. ഡയാപ്സിഡ എന്ന് പറഞ്ഞാൽ ഡബിൾ ഹോൾ, 2 ടെമ്പോറൽ ഓപ്പണിങ്സ് ഉണ്ടാവും. പാരാപ്സിഡ എന്ന് പറഞ്ഞാൽ അപ്പർ ഭാഗത്തൊരു ഹോൾ ഉണ്ട്, അപ്പർ ഹോൾ ഉള്ളി. ഓക്കെ, അതാണ് ഇവർക്കിടയിലുള്ള വ്യത്യാസം. ഓക്കെ, അനാപ്സിഡ എന്ന് പറഞ്ഞാൽ അവർക്ക് ടെമ്പോറൽ ഓപ്പണിംഗ് ഒന്നുമില്ല, സിനാപ്സിഡയ്ക്ക് ഒരു സിംഗിൾ ഓപ്പണിംഗ് ഉണ്ട്, ഡയാപ്സിഡയ്ക്ക് 2 ഓപ്പണിംഗ് ഉണ്ട്, പാരാപ്സിഡയ്ക്ക് അപ്പർ ഭാഗത്ത് ഒരു ഹോൾ ഉണ്ട്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് നമ്മളുടെ എന്താണ് കപ്പാസിറ്റീസ്, അതായത് റെസ്പിറേറ്ററി കപ്പാസിറ്റി വാല്യൂ തന്നിട്ടുണ്ട്. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, വൈറ്റൽ കപ്പാസിറ്റി, റെസിഡ്യൂവൽ വോളിയം. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന വൈറ്റൽ കപ്പാസിറ്റി, അതായത് ഏറ്റവും കൂടുതലുള്ളത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. അപ്പോൾ 4500 ml എന്ന് പറയുന്നത് ഏതാണ്, വൈറ്റൽ കപ്പാസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഈ 500 ml എന്നൊക്കെ പറയുമ്പോൾ ടൈഡൽ വോളിയം. ഇപ്പോൾ നമ്മളുടെ ഞാൻ വെറുതെ പറയുന്നത് ടൈഡ് സോപ്പ് പൊടി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ പാക്കറ്റ്, അപ്പോൾ ഏറ്റവും ചെറിയ രൂപയുടെ എന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ 500 ml എന്ന് പറയുന്നതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ കപ്പാസിറ്റി, അതായത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. ഓക്കെ, അപ്പോൾ അത് 4500 ml ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് റെസിഡ്യൂവൽ വോളിയം. റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത് 1200 തുടങ്ങി 1200 ml ആണ്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് എന്താണ്, അതിനേക്കാൾ കുറച്ചും കൂടി, അതായത് 3 അക്കങ്ങൾ, അതായത് 3 വേർഡ്സുകൾ കൂടി വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അപ്പോൾ കുറച്ചും കൂടി കൂടിയതിൽ, അതായത് 2500 തുടങ്ങി 3000 ml. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ടൈഡൽ വോളിയം ആണ്, ഏറ്റവും കൂടുതൽ വൈറ്റൽ കപ്പാസിറ്റി 4500 ml ആണ്. പിന്നെ റെസിഡ്യൂവൽ വോളിയം 1100 ആണെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോൾ എത്രയാണ്, അത് 2500 തുടങ്ങി 3000 ml വരെയാണ്. ഓക്കെ, ഇനി അടുത്തത് ദ അമിനോ ആസിഡ് വിച്ച് ആർ കോഡഡ് ബൈ സിംഗിൾ കോഡോൺ ഉള്ള അമിനോ ആസിഡ്സ് ആണ് ഇത്. ഈ ട്രിപ്റ്റോഫാൻ, മെത്തിയോണിൻ. അപ്പോൾ നമുക്കറിയാം മെത്തിയോണിൻ എന്ന് പറയുമ്പോൾ AUG, ഇവർക്കാകെ ഒരു സിംഗിൾ കോഡോണേ ഉള്ളൂ. ഓക്കെ, ട്രിപ്റ്റോഫാൻ എന്ന് പറയുമ്പോൾ ഏതാണ് കോഡോൺ, UGG. ഇപ്പോൾ UGG അതാണ് ട്രിപ്റ്റോഫാൻ. നമ്മളുടെ മെത്തിയോണിൻ ആണെങ്കിൽ AUG ആണ്. ഓക്കെ, അപ്പോൾ ആകെ സിംഗിൾ കോഡോൺ, അതായത് ചില അമിനോ ആസിഡ്സ്, ഇപ്പോൾ ലൂസിൻ്റെ കേസിൽ കുറേ കോഡോൺസുകളുണ്ട്, ലൂസിൻ്റെ കേസിൽ, ഫീനലാനിൻ്റെ കേസിൽ കുറേ കോഡോൺസ് ഇല്ലേ, പക്ഷേ ഒരു സിംഗിൾ കോഡോൺ ഉള്ളതാണ് ഏത്, നമ്മുടെ ട്രിപ്റ്റോഫാനും മെത്തിയോണിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഹോൾസിൻ്റെ ഓർഡർ ഏതാണ്, പെരിസോഡാക്റ്റൈലയാണ് ഹോൾസ് വരുന്ന ഓർഡർ. ഓക്കെ, പെരിസോഡാക്റ്റൈല. അങ്ങനെയാണെങ്കിൽ റാബിറ്റിൻ്റെ ഓർഡർ ഏതാണ്, ലാഗോമോർഫ. ഓക്കെ, റാബിറ്റിൻ്റെ ഓർഡറാണ് ലാഗോമോർഫ. ഹോൾസ് എന്ന് പറയുമ്പോൾ പെരിസോഡാക്റ്റൈല. അങ്ങനെയാണെങ്കിൽ കൈറോപ്റ്ററ എന്ന് പറയുമ്പോൾ ഏതാണ്, ബാറ്റ്സിൻ്റെ കേസിലാണ്, ബാറ്റ്സിൻ്റെ ഓർഡറാണ്. അങ്ങനെയാണെങ്കിൽ സീറ്റേസിയ എന്ന് പറഞ്ഞാൽ ഏതാണ്, സീറ്റേസിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെയിൽസ്, ഡോൾഫിൻ അതൊക്കെ വരുന്ന അക്വാട്ടിക് മാമൽസ് ഒക്കെ ഇല്ലേ, അവരൊക്കെ സീറ്റേസിയിലാണ് വരുന്നത്. ആർട്ടിയോഡാക്റ്റൈല എന്ന് പറഞ്ഞാൽ ഈവൻ ടോയിഡ് മാമൽസ്, അതായത് കൗ, ഗോട്ട്, ഡിയർ, പിഗ്, അതൊക്കെ ഏതാണ്, ആർട്ടിയോഡാക്റ്റൈൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.